എല്ലാം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ആ വാക്യത്തെ തിരിച്ചു പറയാം. ആത്മീക വർധനവ് ഇല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ മോട്ടീവ് എന്തുമായിരിക്കും? ആത്മീക വർധനവുണ്ടാകണം. ആത്മീക വർധന എന്ന വിഷയത്തിൻ്റെ ഒരു വെളിപ്പാട് നിങ്ങൾക്ക് നൽകിയിട്ട് നമ്മുടെ പതിവ് പോലെ പ്രാർത്ഥനയിലേക്ക് കയറാം. എൻ്റെ സഹോദരങ്ങളെ, എങ്ങനെയാണ് ആത്മീക വർധനവ് ഉണ്ടാകുന്നത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 32-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ 5-6 വാക്യം പറയാം, അതുകൊണ്ട് എല്ലാ വാക്യങ്ങളും നിങ്ങൾ ബൈബിൾ തുറക്കണം എന്നുള്ള ഡിസ്പ്ലേ ഉണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 32-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവം. അപ്പോൾ ആത്മീക വർധനവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദൈവം നമുക്കൊരാത്മീക വർധനവ് നൽകണം. ദൈവം നമുക്കൊരാത്മീക വർധനവ് നൽകണം. ദൈവം നൽകാതെ നമ്മളിൽ ആത്മീക വർധനവ് ഉണ്ടാകുന്നില്ല. ആകയാൽ ദൈവം നമുക്ക് ആത്മീക വർധനവ് നൽകണം. വീണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 കൊരിന്ത്യർ 4:15 വരുമ്പോൾ പറയുകയാണ്: നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ 14:5, 1 കൊരിന്ത്യർ 14:5, നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്ന്, വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. അപ്പോൾ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വേണ്ടി എന്തുണ്ടാകണം? വ്യാഖ്യാനമുണ്ടാകണം, കൃപാവരങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ആത്മീക വർധനവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒന്ന്, ദൈവം തന്നെ നമുക്കൊരു ആത്മീക വർധനവ് ഉണ്ടാക്കി തരണം. രാത്രിയിൽ നമ്മളെ തട്ടി ഉണർത്തി പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ പ്രേരിപ്പിക്കണം. ആമേൻ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് ദൈവം നമ്മളെ പ്രേരിപ്പിക്കണം. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. എല്ലാ സാഹചര്യവും ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ വരാൻ കഴിയത്തില്ല. ഒരു സാഹചര്യം ഇല്ലെങ്കിലും കടയിൽ പോകാൻ പറ്റും, പക്ഷേ എല്ലാ സാഹചര്യവും ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ വരാൻ കഴിയുകയില്ല. അപ്പോൾ അത് ദൈവം നൽകുന്നതാണ്. 2, കൃപാവരങ്ങളിൽ കൂടെ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ആത്മീക വർധന ഉണ്ടാകത്തുള്ളൂ. മൂന്നാമതായി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ, ആ അധ്യായത്തിൻ്റെ താഴേക്ക് വരുമ്പോൾ, അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്: നിങ്ങൾ കൂടി വരുമ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനയ്ക്കായി ഉതകട്ടെ. ആത്മീക വർധനവിനായി സംഗതികൾ ഉതകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അവിടെ വാക്യത്തിൽ നിങ്ങൾ കൂടി വരണം. അപ്പോൾ ആത്മീക വർധന ഉണ്ടാകണമെങ്കിൽ വി മസ്റ്റ് ഹാവ് എ ഫെലോഷിപ്പ്. കൂട്ടായ്മയിൽ കൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? ആത്മീക വർധന ഉണ്ടാകുന്നത്. ആകയാൽ ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, ഞാൻ 1 മാസം ഉപവാസം എടുക്കുകയാണ്, ഞാൻ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, രാവിലെ ആഹാരം കഴിക്കത്തില്ല, ഉച്ചയ്ക്കും കഴിക്കത്തില്ല, വൈകിട്ടും കഴിക്കത്തില്ല, ഞാൻ ജോലിക്ക് പോകും, ഞാൻ ഒറ്റയ്ക്ക് നടന്ന് പ്രാർത്ഥിക്കും. അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് മനുഷ്യനെ ഡിപ്രഷനിലേക്കും ലോൺലിനെസ്സിലേക്കും ഒക്കെ തള്ളിക്കൊണ്ടു പോവുകയാണ്. ആത്മീക വർധന ഉണ്ടാകുന്നത് കൂട്ടായ പ്രാർത്ഥനകളിൽ കൂടെയാണ്. എപ്പോഴൊക്കെ ദൈവസഭയ്ക്ക് ഒരു കൂട്ടായ പ്രാർത്ഥനയുടെ അവസരം ലഭിക്കുന്നോ അത് എൻ്റെ ആത്മീക വർധനവിനാണെന്ന് തിരിച്ചറിയണം. ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഇത് അടുത്തതായി അല്ലെങ്കിൽ കൂട്ടായ്മയിൽ കൂടെ, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ശുശ്രൂഷയിൽ കൂടെയാണ് നമുക്ക് ആത്മീക വർധന ഉണ്ടാകുന്നത്. സങ്കീർത്തനം, ഉപദേശം, വ്യാഖ്യാനം, അന്യഭാഷകൾ, ഇങ്ങനെ വിവിധങ്ങളായ ശുശ്രൂഷകൾ നമ്മുടെ ഇടയിൽ നടക്കുമ്പോൾ ശുശ്രൂഷകരാണ് നമുക്ക് ആത്മീക വർധനവ് വരുത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വായിച്ച ഭാഗത്ത് പൗലോസ് ചോദിക്കുകയാണ്: ഞങ്ങൾ നിങ്ങളോട് പ്രതിവാദിക്കുന്നത് തോന്നുന്നുണ്ടോ? 2 കൊരിന്ത്യർ 12:19 ഞങ്ങൾ നിങ്ങളോട് വഴക്കുണ്ടാക്കുവാണെന്നാണോ തോന്നുന്നത്? അതിൻ്റെ മുകൾ ഭാഗത്തിൽ പറയുകയാണ്: ഞാൻ തീത്തോസിനെ അങ്ങോട്ട് അയച്ചു, ഞാൻ ശുശ്രൂഷകരെ പലരെ മാറി മാറി അവിടെ അയച്ചു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വഴക്കുണ്ടാക്കുന്നത് പോലെ നിന്ന് വർത്താനം പറയുക, നിങ്ങളെ ശാസിക്കുക. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? എൻ്റെ ശുശ്രൂഷയിൽ കൂടെ നിങ്ങൾക്ക് ആത്മീക വർധനവ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ശുശ്രൂഷയിൽ കൂടെയാണ് ആത്മീക വർധനവ് ഉണ്ടാകുന്നത്. അടുത്തത് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിക്കുക. അപ്പോൾ ഈ ആത്മീക വർധന എന്നുള്ളത് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഈ സാധനത്തെ നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് മേടിച്ചെടുക്കുക, ആത്മീക വർധന പ്രാപിക്കുക. ആമേൻ. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടു മുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്കുണ്ട്.
ബൈബിളിൽ നിങ്ങൾ പ്രാപിക്കുക എന്നുള്ള എവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാലും അതിൻ്റെ തൊട്ടു മുകളിൽ ഒരു വാക്ക് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അത് വിശ്വാസമെന്നായിരിക്കും. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇവിടെയും കണ്ടോ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചു. അപ്പോൾ വിശ്വാസത്തിൽ കൂടെയാണ് നമ്മൾക്ക് ആത്മീക വർധന വരുന്നത്. ഇനിയും അടുത്ത ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവേൻ. അപ്പം നമ്മളുടെ ബന്ധങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആത്മീക വർധന വരുത്തുന്നത്. നമ്മളുടെ ബന്ധങ്ങൾ നമ്മളുടെ ആത്മീകതയുടെ അളവുകോലാണ്. ആമേൻ. ആത്മീകം ചോർത്തിക്കളയുന്ന ജഡീകന്മാരുമായിട്ടാണ് നമ്മുടെ കണക്ഷനെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആത്മീകത ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, കേൾക്കുന്നവർക്ക് ആത്മീക വർധന ഉണ്ടാകേണ്ടതിന് വായിൽ നിന്ന് നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും പുറപ്പെടരുത്. അപ്പം ബന്ധങ്ങൾ, നമ്മുടെ കോൺവെർസേഷനുകളാണ്, നമ്മുടെ ഇടപാടുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആത്മീക വർധനവിന് കാരണമായിരിക്കുന്നത്. ആകയാൽ ഒരു ദൈവ പൈതൽ വേർപാട് സൂക്ഷിച്ചില്ലെങ്കിൽ, അവൻ്റെ ബന്ധങ്ങളിൽ അവൻ സെലക്റ്റീവായില്ല എങ്കിൽ, അവൻ്റെ കൂട്ടുകെട്ടുകളിൽ, അവൻ്റെ കൂട്ടായ്മകളിൽ അവൻ സെലക്റ്റീവായില്ല എങ്കിൽ അവൻ്റെ ആത്മീക വർധനവ് നഷ്ടപ്പെട്ടു പോകും. ദൈവസഭയ്ക്കകത്തായിരുന്നാലും ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ദൈവസഭയ്ക്കകത്ത് നിങ്ങൾ ആരുമായി കണക്റ്റ് ആകുന്നു, നിങ്ങളുടെ ഫെലോഷിപ്പ് ആരാകുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഫെലോഷിപ്പിനകത്തൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എപ്പോഴും നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. ആ ഫെലോഷിപ്പിനകത്തുള്ള ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ചിലത് എഡിഫൈയിങ് ആയിരിക്കും, ചിലത് ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. ചിലത് തന്നെത്താൻ നശിക്കുന്ന കൂട്ടുകളായിരിക്കും, ചിലത് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന കൂട്ടുകളായിരിക്കും. ചിലത് ദൈവസഭയ്ക്കും അഭിഷിക്തന്മാർക്കും കൂട്ടുവിശ്വാസികൾക്കും ഉപകാരപ്രദമായിരിക്കുന്ന ബന്ധങ്ങളായിരിക്കും. അതിനാൽ നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് ആത്മീക വർധന വരുത്തും. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് വേറെ ഒരു വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാനാണ്. യൂദായുടെ ലേഖനം 20-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. യൂദായുടെ ലേഖനം 20-ാം വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, അടുത്ത ഭാഗം, നിങ്ങൾക്ക് തന്നെ എന്തൊരു വേർഡാണ് യൂദാ അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ആത്മീക വർധന ആരുടെ ഉത്തരവാദിത്തമാ? നിങ്ങളുടെ ഉത്തരവാദിത്തം. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി. ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ ദൈവമക്കളോട് പറയട്ടെ, നമുക്ക് ഒരാത്മീക വർധന വരുത്തണം. അത് നാം തന്നെ വരുത്തേണ്ടതാണ്. എനിക്കൊരു ആത്മീക വർധന വേണം. എന്താണ് ആത്മീക വർധന എന്ന് പറഞ്ഞാൽ? ആത്മീകമായ എൻ്റെ ലൈഫിലെ എൻ്റെ കാർണൽ നേച്ചേഴ്സ്, എൻ്റെ കാർണൽ ഫീലിങ്സ്, എൻ്റെ മാനുഷികമായ, കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ മാനുഷികത മാറി എൻ്റെ ദൈവീകത കൂടുമ്പോഴാകുന്നു എന്ത് സംഭവിക്കുന്നത്? ഞാൻ ആത്മീകനാകുന്നത്. ഇന്ന് ലോകത്തിലൊരു സ്ലോഗനുണ്ട്, ഒരു ബ്രാൻഡ് തന്നെ അതാണ്, ബീയിങ് ഹ്യൂമൻ. ഒരു നല്ല മനുഷ്യനായി തീരുക. ലോകം ഇന്ന് ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുവാൻ നോക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം എന്താ? ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ കൾച്ചറൽ സൊസൈറ്റികളുടെ ആക്ടിവിറ്റികളുടെ ഉദ്ദേശം എന്താണ്? ഒരു നല്ല മനുഷ്യ സമൂഹത്തെ ഉളവാക്കിയെടുക്കുക. പക്ഷേ പെന്തക്കോസ്റ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഒരു ദൈവസഭയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല, ദൈവാനുരൂപമായ പുതുമനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ആമേൻ. നല്ല മനുഷ്യനെയല്ല നമുക്ക് വേണ്ടത്, ദൈവാനുരൂപമായ, സിമിലർ ടു ഗോഡ്, ഇക്വലൻ്റ് ടു ഗോഡ്, അങ്ങനെയുള്ള ഒരു എ ന്യൂ മാൻ, എ ഗുഡ് മാൻ, എ ഗുഡ് ഹ്യൂമൻ അല്ല, എ സൂപ്പർ ഹ്യൂമൻ. ഇതുവരെ ലോകത്തിലില്ലാത്ത എ നാച്ചുറൽ പ്രോസസ് അല്ല, എ സൂപ്പർ നാച്ചുറൽ പ്രോസസ്. എ ഹ്യൂമൻ അല്ല, എ സൂപ്പർ ഹ്യൂമൻ. അതാണ് ദൈവസഭയുടെ പ്രത്യേകത. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. യുവർ എഡിഫിക്കേഷൻ ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. എൻ്റെ ആത്മീക വർധന എൻ്റെ ഉത്തരവാദിത്വം. ഇന്ന് പകൽ എത്ര പേർ പറയും എൻ്റെ ആത്മീക വർധന എൻ്റെ ഉത്തരവാദിത്വമാണ്? ഞാൻ ഈ ഭാഗം എടുക്കുവാൻ തന്നെ ഒരു കാരണം, അഭിഷക്തനിവിടെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ്. ഞാൻ 2024
വിദേശ യാത്രകളൊന്നും പോകത്തില്ല എന്നൊരു തീരുമാനമെടുത്തിരിക്കുകയായിരുന്നു. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ സഹശുശ്രൂഷകനാണ് പാസ്റ്റർ അനീഷ് തോമസ്. ഞാൻ 23-ൽ UK പോയി, US പോയി യാത്രകളൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എവിടേക്കും പോകാൻ കഴിയുന്നില്ല. അദ്ദേഹം ഭയങ്കര വിഷമത്തിലായി, ഈ യാത്രകളില്ലാത്ത. പവർ വിഷനിലെ ബാക്കി പാസ്റ്റേഴ്സ് എല്ലാം യാത്ര പോകുന്നുണ്ട്, അദ്ദേഹത്തിന് പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കര നിരാശ തളം കെട്ടി. അത് നിരാശ തളം കെട്ടുന്നത് ഒരു ഭാഗം. മറ്റൊരു ഭാഗം, ഏതൊരു മനുഷ്യനാണ് തൻ്റെ കൂടെയുള്ള ശുശ്രൂഷകൻ നിരന്തരം യാത്ര ചെയ്യുന്നതും തനിക്ക് യാത്രയില്ലാതെ ഇരിക്കുമ്പോഴും സഹജമായി നിരാശയ്ക്കും സങ്കടത്തിനും അപ്പുറം വേറൊരു സാധനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു, കർത്താവേ, അദ്ദേഹത്തിൻ്റെ അതിനെ പൊട്ടിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ദർശനം കണ്ടിരുന്നു. ഒരു വിദേശയാത്രയ്ക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാഴ കൊലച്ച് നിൽക്കുന്ന അതിൻ്റെ കൊല വെട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അനീഷ് പാസ്റ്റർ പപ്പ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അവൻ്റെ പോക്കൊന്നും ഇനി നടക്കത്തില്ല, കൊല വെട്ടിക്കൊണ്ട് പോയത് ഞാൻ കണ്ടതാണ്. അത് ആ പുള്ളിയുടെ ആ ഒരു നിസ്സാരമായ വർത്തമാനം എന്നെ വിഷമിപ്പിച്ചു. ഞാൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരു ദർശനം കാണിച്ചു. ഒരു വാഴയുടെ കൊല വെട്ടിപ്പോയിരിക്കുന്നു. എനിക്കതിനെ കൃഷിയുമായി ഒരു അറിവുമില്ല. പക്ഷേ ആ വാഴയുടെ ചുവട്ടിൽ ചെറിയ 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 വിത്തുകൾ മുളച്ച് നിൽക്കുന്നു. ഞാനന്ന് ഒരു 7 ദിവസത്തെ ഉപവാസം നടന്നു. ഞാൻ പാസ്റ്ററോടൊക്കെ പറഞ്ഞു, പാസ്റ്ററെ, കൊലയെ വെട്ടിക്കൊണ്ട് പോയിട്ടുള്ളൂ, വിത്ത് മുളപ്പിക്കും. അതിനുശേഷം തൻ്റെ ചില ഈ ഡോക്യുമെൻ്റ് എററുകളെ മാറ്റി ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു, കർത്താവേ, എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നത്, അതുകൊണ്ട് നാളെ അതൊരു ഭാരത്തിന് കാരണമാകാതിരിക്കേണ്ടതിന് അദ്ദേഹം പോകട്ടെ, ഞാനിവിടെ നിൽക്കും. 2, പത്തനംതിട്ടയിൽ ഞങ്ങളുടെ ചർച്ച് പ്ലാൻ ചെയ്ത് വരുന്ന സമയമാണ്. 23-ൽ ഞാൻ യാത്രകളായത് കാരണം അതിനെ ഭയങ്കരമായി ബാധിച്ചു, അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. പക്ഷേ ഇത് രണ്ടിനെക്കാട്ടിലും എൻ്റെ മനസ്സിനകത്ത് പിടിച്ചു വെച്ചിരുന്ന ഒരു വിഷയം, ദൈവം എൻ്റെ അടുക്കൽ റോമാലേഖനം 1-11 എൻ്റെ അടുക്കൽ സംസാരിച്ചു. റോമാലേഖനം 1-11 അതിനോടനുബന്ധമായ ചില പ്രവചന ദൂതുകളും ഞാൻ കേട്ടിരുന്നു. റോമാലേഖനം 1-11 നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുമ്പോൾ റോമിലേക്ക് പൗലോസ് ഒരു ലേഖനം എഴുതിയിട്ട് പറയുകയാണ്, എനിക്ക് റോമിൽ വരണമെന്ന് നിങ്ങളെ കാണണമെന്നും ആഗ്രഹമുണ്ട്. എന്താണ് പർപ്പസ്? ഞാനവിടെ വരുമ്പോൾ എന്ത് സംഭവിക്കണം? ഐ വിഷ് ടു ഇമ്പാർട്ട് സം സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ടു യു. ആമേൻ. പൗലോസിൽ പറയുകയാണ്, ഒരു ഇമ്പാർട്ടേഷൻ നിങ്ങളിൽ സംഭവിക്കണം, അതിനായി ഞാൻ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. ആമേൻ. ഇന്ന് പകൽ ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, ഈ ഉപവാസ പ്രാർത്ഥനകളിൽ കുറച്ച് പ്രസംഗം കേട്ടു, കുറച്ച് പുതിയ വെളിപ്പാടുകൾ കേട്ടു. നോ, അവിടെ അവസാനിക്കരുത്. യു മസ്റ്റ് റിസീവ് സം ഗിഫ്റ്റ്സ് ഫ്രം ദിസ് പ്രയർ. നമ്മളുടെ എല്ലാം ഇടയിൽ എൻ്റെ വെളിപ്പാടുകൾക്ക് ചില മാറ്റങ്ങളുണ്ട്. കാരണം എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, ഏലിയാവിൻ്റെ പുതപ്പ് എൻ്റെ മേൽ വീണതുപോലെ എൻ്റെ മേലും ഒരു പുതപ്പ് വീഴണമെന്ന്. പക്ഷെ ദൈവം എൻ്റെ അടുക്കൽ കഴിഞ്ഞ വർഷം തുടങ്ങി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, കർത്താവേ, എലീശയുടെ മേൽ പുതപ്പെറിഞ്ഞതുപോലെ ഒരു ഏലിയാവിനെ പോലെ മറ്റുള്ളവരുടെ മേൽ പുതപ്പെറിയുവാൻ, മറ്റുള്ളവർക്ക് കൃപ കൊടുക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. എനിക്ക് ഈ കാലഘട്ടത്തിലെ എലീശയായിരിക്കാൻ പുതപ്പ് മേടിക്കാനല്ല ആഗ്രഹം, എനിക്ക് ഈ കാലഘട്ടത്തിലെ ഏലിയാവായിരിക്കാൻ പുതപ്പ് കൊടുക്കുവാനാണ് താല്പര്യം. ആമേൻ. ദാൻ എലീശ ബി ആൻ എലൈജ. ഈ എലീശയല്ല, ഏലിയാവാകണം. കാരണം കർത്താവ് പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിട്ട് അടുത്തത് എന്താ പറയുന്നതെന്നറിയാമോ? വിശ്വസിക്കുന്നവൻ ധാരാളം വെള്ളം കുടിക്കുമെന്നാണോ പറഞ്ഞത്? അല്ല, വിശ്വസിക്കുന്നവൻ്റെ അകത്തു നിന്ന് ജീവനദിയുടെ ഉറവുകൾ പുറപ്പെടും. അപ്പം ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിന് ആരാക്കി തീർക്കാൻ കഴിയും? ഒരു ഫൗണ്ടനാക്കി തീർക്കാൻ കഴിയും. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിനൊരു ഫൗണ്ടനാക്കി തീർക്കാൻ കഴിയും. നിങ്ങളെന്നും കർത്താവേ, ഇന്നത്തെ പ്രാർത്ഥനയിൽ എനിക്കൊരു അനുഗ്രഹം തരണേ, ഇന്നത്തെ പ്രാർത്ഥനയിൽ എനിക്കൊരു അനുഗ്രഹം തരണേ. നോ, ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞാനൊരു അനുഗ്രഹമായിരിക്കും. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞാനൊരു അനുഗ്രഹമായിരിക്കും. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഇതെൻ്റെ സഭയ്ക്ക് ഞാനൊരു അനുഗ്രഹമായിരിക്കും. യെസ്, എന്നിൽ നിന്ന് കൃപ അങ്ങോട്ട് പുറപ്പെടും, എന്നിൽ നിന്ന് അഭിഷേകം അങ്ങോട്ട് പുറപ്പെടും. ആമേൻ. വേറൊരാളിൽ നിന്ന് ഞാൻ പ്രാപിച്ചെടുക്കുകയല്ല,
എന്നിൽ നിന്ന്. നീ വായ്പ വാങ്ങുകയില്ല, വായ്പ കൊടുക്കുന്നവനായിരിക്കും. നീ കൃപ വേറൊരാളിൽ നിന്ന് മേടിക്കത്തില്ല, നിന്നിൽ നിന്ന് വേറൊരാളിലേക്ക് കൃപ കൊടുക്കും. നീ വേറൊരാളിൽ നിന്ന് അഭിഷേകം മേടിക്കത്തില്ല, നീ വേറൊരാളിലേക്ക് അഭിഷേകം കൊടുക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇമ്പാർട്ടേഷൻ റിസീവ് ചെയ്യുന്നവനായിരിക്കത്തില്ല നീ, ഇമ്പാർട്ടേഷൻ കൊടുക്കുന്നവനായിരിക്കും നീ. ആമേൻ. എലീശ പ്രവാചകൻ്റെ അടുക്കൽ വന്ന ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുണ്ട്. എനിക്ക് പുള്ളിക്കാരി 1-2 കാര്യത്തിൽ ഇഷ്ടമല്ല. അതിനകത്ത് ഒരു ഭാഗത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൾ വീട്ടിൽ കയറി അടച്ച് പാത്രങ്ങളെല്ലാം നിറച്ചു. അതിനപ്പുറത്തൊരു ഭാഗം എഴുതിയിരിക്കുക: നിറഞ്ഞതെല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെച്ചു. ഇന്ന് ദൈവസഭയ്ക്കകത്തും അതാ നടക്കുന്നത്. നിറയുന്നതെല്ലാം എന്ത് ചെയ്യുക? ഒരിടത്തോട്ട് മാറ്റിവെക്കുകയാണ്. നോ, നിറയുന്നതിനെ എടുത്ത് നടുക്കോട്ട് വെച്ച് അതിൽ നിന്നെടുത്ത് പകർന്നു കൊടുക്കണം. യേശു കർത്താവ് അതാ ചെയ്തത്. ആമേൻ. വക്കോളം വെള്ളം നിറച്ചു. എന്നിട്ട് പറഞ്ഞു, നിറഞ്ഞതിൽ നിന്ന് നിങ്ങൾ എന്തോ ചെയ്യണം? നിറഞ്ഞതിനെ കർത്താവ് മാറ്റിവെച്ചോ? അല്ല, നിറഞ്ഞതിൽ നിന്ന് കൊടുപ്പിക്കാൻ തുടങ്ങി. ഈ 2024 അവസാനത്തിൽ നിങ്ങൾ നിറയണം. 25 നിങ്ങളിൽ നിന്ന് മനുഷ്യൻ കോരിയെടുക്കണം. നിങ്ങൾ നിറയണം, നിങ്ങളിൽ നിന്ന് മനുഷ്യൻ കോരിയെടുക്കണം. എലീശയെ പോലെ പുതപ്പ് പിടിക്കാനല്ല നീ നടക്കേണ്ടത്. ഏലിയാവിനെ പോലെ നിന്നിൽ നിന്ന് ഒരു ദൈവശക്തി റിലീസാകുന്നത് കാണണം. ഇന്നലെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം. പ്രഭുക്കന്മാരെ ദൈവം ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ യേശു കർത്താവ് 2 കാര്യങ്ങളാണ് പറയുന്നത്. യേശു കർത്താവ് കാറ്റിനെ ശാസിച്ചു, കാറ്റമർന്നു. എന്നാൽ രണ്ടാമത് യേശു മിണ്ടുന്നില്ല. ത്രൂ ഹിസ് പ്രസൻസ്, നോട്ട് ബൈ ഹിസ് വേർഡ്, ത്രൂ ഹിസ് പ്രസൻസ്. കർത്താവ് പടകിലേക്ക് കയറി, കാറ്റമർന്നു. നമ്മൾ സംസാരിച്ച് ജയിക്കുകയല്ല, നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ പ്രസൻസ് കൊണ്ട് കാര്യങ്ങളെ ഒതുക്കിയെടുക്കണം. കണ്ണുകളെ അടച്ചാട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഒരു ചില നിമിഷങ്ങൾ അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. കർത്താവെ, മറ്റുള്ളവർക്ക് പകരത്തക്കവണ്ണം ചില കൃപാവരങ്ങൾ ഈ ദിവസങ്ങളിൽ എൻ്റെ മേൽ പകരട്ടെ. എൻ്റെ അകത്തുനിന്ന് പുറപ്പെടത്തക്കവണ്ണം കവിഞ്ഞൊഴുകുന്നതായ an overflowing experience. അതരം തുറന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്. അത് എല്ലാ മേഖലയിലും, ഫിനാൻഷ്യലി, മെറ്റീരിയലി, സ്പിരിച്വലി, എല്ലാ മേഖലകളിലും കൃപാവരങ്ങളിൽ കൂടെ ഈ ചർച്ചിനകത്ത് ഒരു ഇമ്പാർട്ടേഷൻ റലം ഓപ്പണായി നിൽക്കട്ടെ. കർത്താവേ, ഈ ചർച്ചിനകത്ത് ഒരു ഇമ്പാർട്ടേഷൻ റലം ഓപ്പണായി നിൽക്കട്ടെ. ഈ ചർച്ചിനകത്ത് ഒരു ഇമ്പാർട്ടേഷൻ റലം ഓപ്പണായി നിൽക്കട്ടെ. പ്രവചകരം, പ്രവാർദ്ധനം, പ്രവോഷിയം, വീതലം, പ്രവലകടം, പരാതരം, പ്രേവക്കനം, അർത്ഥിഫല, ജഗത്തരാതി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാല ദൈവസഭയ്ക്കകത്ത് ഞാൻ ഇമ്പാർട്ടേഷൻ റലങ്ങളെ ഓപ്പണാക്കുന്നു. ഈ ജനം അസാധാരണമായ ദൈവ സാന്നിധ്യത്തെ സ്വീകരിക്കുന്നവരാകട്ടെ, കൃപാവരങ്ങളെ സ്വീകരിക്കുന്നവരാകട്ടെ, അഭിഷേകത്തെ സ്വീകരിക്കുന്നവരാകട്ടെ, രോഗശാന്തികളെ സ്വീകരിക്കുന്നവരാകട്ടെ, പ്രവചന വരങ്ങളെ സ്വീകരിക്കുന്നവരാകട്ടെ. അബാലബ പ്രവർത്തനാദി അബാലകേലിയ ഇതിനകത്തുനിന്ന് ജന കൃപാവരങ്ങൾ പ്രാപിച്ചു പോകുന്ന, അഭിഷേകം പ്രാപിച്ചു പോകുന്ന, ദൈവ സാന്നിധ്യം പ്രാപിച്ചു പോകുന്ന ഇതിനകത്തുനിന്ന് അനേകർ അഭിഷേകം പ്രാപിക്കട്ടെ. ഇതിനകത്തുനിന്ന് അനേകർ കൃപാവരം പ്രാപിക്കട്ടെ. ഇതിനകത്തുനിന്ന് അനേകർ രോഗശാന്തി പ്രാപിക്കട്ടെ. ഇതിനകത്തുനിന്ന് അനേകർ വിടുതലുകൾ പ്രാപിക്കട്ടെ. ഇതിനകത്തുനിന്ന് അനേകർ ദർശനങ്ങളിലേക്ക് കയറട്ടെ. We need the power to impart. We need the gift of impartation.
Roll bada katel manojia, ral batel beni alla kasele deri, he alla kasele kateli aradana. Yes, Christovinde, Adigaramula Namatul Young Lodimis Prartigano. Let the invitations happen. Let the invitations happen. La Casala Catalia, La Casala Catalia, Ralta Calgania, Laba Catolbania, Ralbala Basiala Catalgania, Raltania, Barsaba Pravagia, Yesue, Yesue. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കയറി വരുന്നു. ദൈവ സാന്നിധ്യത്തിനകത്ത് കയറി വരുന്നു. ദൈവ രാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് കയറി വരുന്നു. ഞങ്ങളുടെ അകത്തുനിന്ന് ഉറവുകൾ പുറപ്പെടട്ടെ. ഞങ്ങളുടെ അകത്തുനിന്ന് ഉറവുകൾ പുറപ്പെടട്ടെ. ഞങ്ങളുടെ അകത്തുനിന്ന് ശക്തി പുറപ്പെടട്ടെ. യേശുവിന്റെ വസ്ത്രത്തിൽ നിന്ന് പോലും ശക്തി പുറപ്പെട്ടതുപോലെ അപ്പോസ്തലന്മാരുടെ ഉത്തരീയത്തിൽ നിന്ന് റൂമാലിൽ നിന്ന് ശക്തി പുറപ്പെട്ടതുപോലെ Shambala Gadagaji Rajana Bauda, Rabala Gajiragada Gaidaga Rajana, Arpini Vajunaga Rajana Bauda, Rabalaga Shigaraga Tanagadi Gaida, Arpana Bajiraga Radhana, Ralbana Padojagam, Vibara Praudara Mahasi Pravajaram, Lagatana Jera Prauda Bartanadi. Amen. ഒരു നിമിഷം നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തണം എന്ന് നമ്മൾ പറയുന്നു. ആമേൻ. ഇതെങ്ങനെ സംഭവ്യമാക്കാം? 1 കൊരിന്ത്യർ 14:4 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 1 കൊരിന്ത്യർ 14:4 കടന്നു വരുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തുന്നു. ആമേൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, how much you speak in other tongue. ആമേൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നത് ആമേൻ എത്രത്തോളം അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അത്രത്തോളം നമ്മുടെ ആത്മീക നിലവാരത്തിൻ്റെ അകത്ത് ഒരു വർധനവുണ്ടാകുക. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ആദ്യം ഇവൻ ആർക്ക് ആത്മീക വർധന വരുത്തുന്നവനായിരുന്നോ? തന്നെത്താൻ ആത്മീക വർധന വരുത്തുന്നവനായിരുന്നോ? പക്ഷേ അടുത്ത ലെവലിലേക്ക് അവൻ്റെ കൃപാവരം വർദ്ധിച്ചപ്പം പിന്നെ അവൻ ആർക്ക് ആത്മീക വർധന വരുത്താൻ തുടങ്ങി? സഭയ്ക്ക് ആത്മീക വർധന വരുത്താൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഞാൻ തിരിച്ചൊന്ന് പറയാം, തനിക്ക് തന്നെ ആത്മീക വർധന വരുത്താൻ കഴിയാത്തവന് സഭയ്ക്ക് ആത്മീക വർധന വരുത്താൻ കഴിയോ? ഇല്ല. ഇന്ന് പകൽക്കാലം ആമേൻ, ഫസ്റ്റ് എഡിഫൈ ourselves, സെക്കൻഡ് എഡിഫൈ ദ കമ്മ്യൂണിറ്റി, എഡിഫൈ ദ ചർച്ച്, എഡിഫൈ ദ സൊസൈറ്റി. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? അങ്ങനെയെങ്കിൽ ഒരു 5 മിനിറ്റ് കണ്ണുകളെ അടച്ചാട്ട് ആമേൻ അല്ല, ഹല്ലേലൂയ അല്ല, സ്തോത്രമല്ല, ആമേൻ അന്യഭാഷകളിൽ മാത്രം ഒരു നിമിഷം ആമേൻ കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം അന്യഭാഷകളിൽ ഒരു 2-3 മിനിറ്റുകൾ നിർത്താതെ അന്യഭാഷകളിൽ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നാട്ട് അന്യഭാഷയിൽ വൽഖതൽ ബരജന ബരഖതനി റൽതതലി മരജതലി അർതതലി വരഖതലി. നിർബന്ധമായിട്ടല്ല നിൽക്കണമെന്ന് പറഞ്ഞത്, കഴിയുന്നവർ മാത്രം നിങ്ങളുടെ കംഫോർട്ടിനനുസരിച്ച് അൽഖതൽ ബരഖതൽ ഗനാദിയ അർഖതൽ ബരാദി. കരങ്ങൾ അടിക്കണമെന്നില്ല. കരം അടിക്കാതെ തന്നെ അന്യഭാഷകളിൽ സംസാരിച്ച് അൽഖതൽ മറസന കതരദന വാർത്തതലി ബനഖജാരിയ വൽഖതൽ മറസന കതലി വനൈസതാരിയ റജബനിയ 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 റംബലേജിയം പരഗം ജനാദി രാജബലബം പ്രവാജവൈഡം വർബബം പരാജുരി വീരപ്രവക്കത്തി ബൽബനം ഫലോകഷിമ ലഗച്ചാരി വേദകലഘടകർ കത്തേനിഭാജം വൈലവക്കസ്യം ഭാരകജരം ദീപരാജരം പ്രൗഢിമിഖരം വേവലഘടകരം പ്രവാദകത്തരം അല്ലബക്ക ശിബേനിയ കർബാദിയ. വായുവിസ്താരത്തിൽ തുറന്ന ശബ്ദമായ അന്യഭാഷകളിൽ അർക്കലക്ക ശാരക്കട്ടി വേലക്കരക്കരക്ക പറമ്പാല വർത്തക്കരക ശാലകൈടം വീബല ക്ഷർത്തോനി ബല ഘടകർത്ഥനാദിയ വീബജം പ്രവാചകം പ്രേവലം ബലക്കത്തി ആർക്കല കട്ടാലകട കർക്കോതരം സേകത്തന ദീക ദീക ദീകം ജപം പ്രവാദരം അർത്തിമനം ജാബലം പ്രവദം ഉദരം പ്രവാലഘടകതരി ഇതരകരഘടകർത്ഥന ജഗന്ധനാദി അർത്ഥനം പ്രവലഘടകർ ശർത്തനാദി അർത്തിലിബിലി ഘടകർത്തുന ജബേദരം ദിബിരിഘടകരകർത്തുന ജഗന്ധന സേബദക ജേബദക ദേവദക രേഖദന ഘടികന്ധന ജൂരധര
അർത്തിബലം വരങ്കഷം പ്രവാചകം വീരബലം വടക്കത്തം പ്രവാചകം തം അല്ലഗതം വരംബോധകം ഭേദവത്തം വിദങ്കാലഘടകം ഭേരകസ്യം അർമ്മക്കനഗാദിഘടകല കർമാകസം ഉരമ്പാല ഗേദവേദം ഇരപ്രവാല ഹട്ടാലകച്ചി അർത്ഥകല കട്ടാർമനശ്യ രൂപലം ജാബരം പ്രവാതകം വീതലം പ്രവാതകം അർത്ഥനഘടകര ഗത്താനിഘടകം അർമംഗലാചരം പ്രേവങ്കലാദി ഉർദ്ധനാസരം പ്രവരേ രഹത്യാദ വേദവേദകലഘടകം അർദ്ധനാദി ഗരഘടകർ ശക്കൽ ഗരാധര രുമനോ രഗതോ രിഗത രഗജ അർദ്ധി വലകേ രഗത രഗതം വശമരാതിരി വീതര ഭൗഡ റംബല ഗണ്ഡല ഗഞ്ചല ഗൗഡ റിമനം ധരകം ജാരം ധൂരം ഇർത്തിബിനീജര ഗട്ടല ഗേദം വീതല കഷിക രക്തന ഗാജ റംബല ബൗഡിക രക്ഷക രേതേ അർദ്ധുല ജനാദര വേദര സബാനിയ രാബലം പ്രവാദരം പ്രീമാ നഹസ്യ അർക്കോ നഗസ്യ ലേഗേ ജഗത്തന ലാഗച്ചകം ധനഞ്ജനാദിഘടകം ജാഗതികര ഘടകന്ധന ജുരാദനം വർക്കപ്പല ഗസ്യപ്രവേ നഗച്ചരാദി അർക്കറ്റൽ ഘനങ്കറ്റലം ഘട്ടേനിയ അന്യഭാഷകളിൽ ശബ്ദമുയർത്തി അധികാരത്തോടെ സംസാരിച്ച് അൽത്ത കറ്റ 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 കറ്റക്കാരി അറ്റ കറ്റ കറ്റ കറ്റക്കാരി റീഗറ്റാല കറ്റ കറ്റ കറ്റക്കാരി റീബചാല കറ്റ കറ്റ കറ്റക്കാരി അർത്ഥക്കല്ല കറ്റക്കാരി അർത്ഥകാല ബട്ടക്കാലി വർരക്കല്ല കറ്റകാശി മേരക്കട്ടി കലകച്ചാരി വെത്തലബാജികൾ അമ്പലബൗഡി അർത്ഥിമാനകം പ്രവാചകണ്ഡലം റൂമജാലകം പരക്കത്തേരി വേഷബാല ഘടകർത്താനി അക്കത്താല വേജക്കത്തം അർമങ്കത്ത കാലകൂടം വീതകശം തബാരി വൈഡ പ്രവേജിയ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മറഞ്ഞു കിടക്കുന്ന പോരുകളെ ഞങ്ങൾ ഒതുക്കി അന്ധകാര ശക്തികളെ ഞങ്ങൾ ബന്ധിച്ച് ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ ഞങ്ങൾ കീഴടക്കി ദൈവത്തിന്റെ അധികാരത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. We receiving the blessings, we receiving the deliverances, we receiving the opportunities, we receiving every opportunities in Jesus name. ഞങ്ങൾക്ക് വരേണ്ട ഓപ്പർച്യൂണിറ്റീസ് അത് വേറൊരുവന്റെ മേളിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകുന്ന ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുന്ന പോരുകളെ ഇന്ന് പകൽ ഞാൻ ദൈവിക അധികാരത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. റാൽബല പ്രവേജി റോൽമന സർത്തേനി വാക്കലബ കറ്റാൽബേനി ഏൽകറ്റേൽഗനി വേൽകറ്റേൽഗനി 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 രാസ്മനിയ രാജന രാജാനിയ രാജ് മഹതന ബകറ്റാൽബനാദി റിമരന മഹർത്തനാദിയ ലാഗര പ്രവചനം പ്രവാദിയ ഹോലി സ്പിരിറ്റ് അല ബകറ്റൽ ബരാദി റൽകറ്റൽ മനസരം പ്രവർത്തനം സരം പ്രവാദി ജിബാലര മഹർത്തന സബ പ്രവാർത്തി ഹോലി സ്പിരിറ്റ് റൽകറ്റൽ മറഹസി പ്രവാദി ഇരുന്നാട്ടെ ഇരുന്നാട്ടെ ലകറ്റല മനകസിയ ദൈവമക്കളെ ഇരുന്നാട്ടെ. താങ്ക് യു ജീസസ്. ദൈവമക്കളെ ഇരിക്കാമോ? ജീസസ് ജീസസ്. ആമേൻ. ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. ലക്കറ്റല രമസിയാര ചാർത്തനിയ ശിവ പ്രവാർത്തിയ ലക്കറ്റൽ ബറാസിയ. ഞാൻ എൻ്റെ ദൈവജനത്തെ പ്രചോദിപ്പിക്കട്ടെ, ഞാൻ എൻ്റെ ദൈവജനത്തെ ഉത്സാഹിപ്പിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആമേൻ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കഴിയുമെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഈ സെഷൻ ഉൾപ്പെടെ 6 സെഷനുകൾ മാത്രമാണ്. കഴിയുമെങ്കിൽ ഈ അന്യഭാഷ പ്രാർത്ഥനയും അന്യഭാഷയെയും കുറിച്ച് എപ്പോഴെങ്കിലും ഞാനൊരു 20 മിനിറ്റ്സ് എടുത്ത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ പരിശ്രമിക്കാം. ആമേൻ. എൻ്റെ ദൈവമക്കളെ, ഡെയിലി ഒരല്പസമയം യു മസ്റ്റ് സെപ്പറേറ്റ് ടു പ്രേ ഇൻ അൺനോൺ ടങ്സ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം. അതുപോലെ നിങ്ങളുടെ ഡ്രൈവിംഗ് ടൈമിലൊക്കെ ആമേൻ ആവുന്നിടത്തോളം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഡ്രൈവിംഗ് ടൈം സ്പെൻഡ് ചെയ്യുമെങ്കിൽ അതൊത്തിരി
നിങ്ങളെ ബലപ്പെടുത്തുന്നതും കാര്യങ്ങളെ സാധിപ്പിച്ചെടുക്കുന്നതുമായിരിക്കണം. അന്യഭാഷകളെന്നല്ല ഞാൻ പറയുന്നത്, അന്യഭാഷയിൽ. അവിടെ വ്യക്തമായി പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ. ആമേൻ. അവിടെ അന്യഭാഷയിൽ അതെന്തെന്നാ പറയുന്നത്? അന്യഭാഷയിൽ ദൈവത്തോട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക? സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അന്യഭാഷയിൽ ആരാധിക്കുന്നതല്ല ഞാൻ പറയുന്നത്. അന്യഭാഷയിൽ ജസ്റ്റ് സ്പീക്ക് ഇൻ ടങ്സ്, സംസാരിച്ചു കൊണ്ടേയിരിക്കുക. ആമേൻ. തൊട്ട് മുമ്പിൽ ദൈവം നിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ച്, ദൈവത്തെ ഞാൻ കാണുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക? അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. ആമേൻ, ആമേൻ. സംസാരിച്ചു കൊണ്ടേയിരിക്കുക. ആദ്യമൊക്കെ നിങ്ങൾക്ക് 1-2 വാക്കുകൾ തന്നെ നിങ്ങൾ പല ആവർത്തി പറയുന്നത് പോലെ തോന്നും. പക്ഷേ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ, ചില സമയങ്ങൾ കഴിയുമ്പോൾ, നിങ്ങളുടെ ഭാഷാവരത്തെ ദൈവം ഓപ്പണാക്കി കഴിയുമ്പോൾ, സ്തോത്രം, നിങ്ങളൊരു വാക്കോ ഒരു സെൻറ്റൻസോ ആയിരിക്കത്തില്ല, നിങ്ങൾ സെൻറ്റൻസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ. നിങ്ങൾ എന്താണ് പറയുന്ന അന്യഭാഷയെന്ന് നിങ്ങൾ കോർത്തെടുക്കാൻ കഴിയാതെ വണ്ണം, കഴിഞ്ഞ 5 മിനിറ്റിൽ നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കോർത്തെടുക്കാൻ കഴിയാതെ വണ്ണം, വിത്തൗട്ട് റിപ്പിറ്റീഷൻ നിങ്ങൾ ദീർഘ പാരഗ്രാഫുകൾ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് അൺനോൺ ടങ് പ്രയർ. ആമേൻ. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന ശീലത്തെ ദൈവജനം ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കയറി വരാം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരാം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. എബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, എൻ്റെ അതിരിനെ വിസ്താരമാക്കണം, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഇന്നലെ വരെ നാം ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ കൈ നമ്മോട് കൂടെ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൈ നമ്മോട് കൂടെയുള്ള വിവിധ അനുഗ്രഹങ്ങളെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഏറ്റവും ലാസ്റ്റിലായി നാം 2 ഭാഗങ്ങളെ കണ്ടു. ഒന്ന്, ദ റൈറ്റ് ടൈം, ദ റൈറ്റ് പേഴ്സൺ. അടുത്തതായി നാം കണ്ടു വിറച്ച്, ആമേൻ, വിറച്ച് കിടന്ന, മൂക്കിടിച്ച് നിലത്ത് വീണ് കിടന്ന ദാനിയേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈ വന്നപ്പോൾ ദാനിയേൽ എന്തു ചെയ്തു? എഴുന്നേറ്റ് നിൽക്കുവാൻ തുടങ്ങി. നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം. ഇന്ന് ഞാൻ അടുത്ത 1-2 ഭാഗങ്ങളിലേക്ക് കയറി പ്രാർത്ഥിക്കുകയാണ്. കഴിയുമെങ്കിൽ ഗാർമെൻസിലേക്ക് കയറാം. ആമേൻ. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അതേ സബ്ജക്റ്റിന് ഉപോത്ബലകമായ സംഗതിയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും ഞാൻ അറിയിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണ്? നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അടുത്തത്, അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. നെഹമ്യാവിനോടുകൂടെ ദൈവത്തിൻ്റെ കൈ ഇരുന്നത് കൊണ്ട് നെഹമ്യാവ് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്നും എന്തോ വരും? പോസിറ്റീവ് വരും. നമ്മൾ എഴുന്നേറ്റ് പണിയാമെന്ന് പറയും. സ്തോത്രം. ആമേൻ. നിങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയും, അമ്മേ ഞാൻ ഇനിയും തുടങ്ങി പഠിക്കാം, ഞാൻ ഇനിയും തുടങ്ങി ചർച്ചിൽ വരാം, ഞാൻ ഇനിയും തുടങ്ങി ദൈവവേല ചെയ്യാം. ആമേൻ. നിങ്ങൾ ദൈവ പണിയുന്ന കൺസ്ട്രക്റ്റീവ് വേർഡ്സ് ആയിരിക്കും അവരിൽ നിന്ന് വരുന്നത്. ഡിസ്ട്രക്റ്റീവ് അല്ല അവരിൽ നിന്ന് പുറപ്പെടുന്നത്. അവർ പണിയുക എന്ന് പറയും. നിങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിൽ, ആമേൻ, നിങ്ങളോട് കൂടെ നിൽക്കുന്നവർ, ആമേൻ, അവർ കൺസ്ട്രക്റ്റീവായി സംസാരിക്കും. നിങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിൽ നിങ്ങളുടെ കലീഗ്, നിങ്ങളുടെ സ്റ്റാഫ്, നിങ്ങളുടെ എംപ്ലോയീസ്, നിങ്ങളുടെ നെയ്ബർഹുഡ്, നിങ്ങളുടെ ജനം നിങ്ങളോട് എങ്ങനെ സംസാരിക്കും? നാം പണിയുക എന്ന് പറയും. ഹോളി സ്പിരിറ്റ് അവർ പറയുന്നത്, ആമേൻ, കൺസ്ട്രക്റ്റീവ് വേർഡ്സ് ആയിരിക്കും, ഹെൽപ്ഫുൾ വേർഡ്സ് ആയിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരവുമായി നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ, നീ ഒരാളുടെ അടുക്കൽ ചെന്നൊരു കാര്യം പറയുമ്പോൾ അവർ അയ്യോ അത് നടക്കത്തില്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ, ഇറ്റ്സ് ഹാഡ് ടു ഹാപ്പൻ, അതല്ല അവർ പറയുന്നത്. യെസ്, വി ക്യാൻ മൂവ്, വി വിൽ ബി വിത്ത് യു. നിന്നോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പോസിറ്റീവ് ജനറേഷനെ ദൈവം നിന്റെ കൂടെ നിർത്തോ. ഇഫ് ദ ഹാൻഡ് ഓഫ് ഗോഡ് ഈസ് വിത്ത് യു, there will be a positive generation with you, a productive generation
generation, a productive, positive generation will be with you. Amen. ഇന്ന് പകൽക്കാലം നിന്റെ കൂടെ ഉള്ളവരെല്ലാം തലതിരിഞ്ഞവരാണെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയണം, എവിടെയോ യു ആർ മിസ്സിംഗ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. പക്ഷെ ദൈവത്തിൻ്റെ കരം നിന്നോടുകൂടെ ഇരിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഡിസ്ട്രക്റ്റീവായിട്ടുള്ളവരെ ദൈവം ഇങ്ങനെ ചെവിക്കുന്നുള്ളി വലിച്ചൊറിഞ്ഞിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ളവരെ, കൺസ്ട്രക്റ്റീവായിട്ടുള്ളവരെ ദൈവം നിന്റെ കൂടെ കൊണ്ട് നിർത്തുന്നതിനെ കാണുവാൻ കഴിയുക. നിന്റെ വാർഡിനകത്ത്, നിന്റെ ജോലി സ്ഥലത്ത് നീ മാത്രം കിടന്ന് ജോലി ചെയ്യുകയും ബാക്കി എല്ലാവരും വെറുതെ കുത്തിയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ യു ആർ മിസ്സിംഗ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. നിന്റെ പണിക്കാരുടെ എല്ലാം പണി നീ ചെയ്തുകൊണ്ടിരിക്കുകയോ അവരെല്ലാം വെറുതെ ശമ്പളം മേടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ യു ആർ മിസ്സിംഗ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. നീ മാത്രം പ്രാർത്ഥിക്കുന്നു, നിന്റെ വീട്ടിൽ ആരും പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ യു ആർ മിസ്സിംഗ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. പക്ഷേ നീ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങി വരുമ്പോഴത്തേക്ക് നിന്റെ കുഞ്ഞുങ്ങൾ എന്താ പ്രാർത്ഥിക്കാത്തത്, നീ ഒരു 5 മിനിറ്റ് താമസിക്കുമ്പോഴത്തേക്ക് നീ ഇവിടെ പ്രാർത്ഥനയൊന്നും ഇല്ലയോ എന്ന് കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന തലത്തിലേക്ക് വരുമ്പോൾ അതാണ് ഹാൻഡ് ഓഫ് ഗോഡ്. ഇന്ന് രാത്രികാലം അധരം തുറന്ന് പറഞ്ഞാട്ട് പ്രാർത്ഥിച്ചാട്ട്, let the hand of God be with me. ദൈവത്തിന്റെ കരം എന്നോടുകൂടെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ ലഭപ്രവാർദ്ധന, നീ കെട്ടി വലിച്ചോണ്ട് പോകുന്ന ഒരു വണ്ടിയല്ല, പകരം നീ നടക്കുമ്പോൾ ജനം നിന്റെ കൂടെ വരട്ടെ. ലബോറ മറഥാന ജഗ പ്രൗഢഭാർദ്ധനാദി എൽബര പ്രവാചന പ്രൗഢഭാരിയ ലഗജഗരം പ്രവാചകം ഭട്ടാലഘടകം റീബജ രഗച്ചരം പ്രൗഢഭർത്താനി അൽബ പ്രവചകരം പ്രവാചകട ഭർത്തോനിയ ലാഭ പ്രവചകര കടാൽഗനാസിയ രഗദഗരഗഡഗൽഥനാദിയ റേമജം പ്രവാലഘടകർഥനാദിയ അർത്ഥോനഗച്ചരം പ്രൗഢഭാർത്തനാദി. ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കട്ടെ. അപ്പ പ്രവാനിയ, ഒരു പ്രൊഡക്റ്റീവ് ജനറേഷൻ ഞങ്ങളോടുകൂടെ നിൽക്കത്തക്കവണ്ണ, ഒരു പ്രൊഡക്റ്റീവ് സ്റ്റാഫ് കമ്മ്യൂണിയൻ ഞങ്ങളോടുകൂടെ നിൽക്കത്തക്കവണ്ണ, ഒരു പ്രൊഡക്റ്റീവ്, ഒരു ഡെവലപ്പിംഗ് പ്രൊഡക്റ്റീവായിട്ടുള്ള, അന്യോന്യം ധൈര്യപ്പെടുത്തുന്ന, പണിയുന്നതിനെ കുറിച്ച് പറയുന്ന, പുരോഗമനത്തെ കുറിച്ച് പറയുന്ന, ഐഡിയാസ് ഉള്ള, കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു വലിയ സമൂഹം ഞങ്ങളുമായി കണക്ട് ആകത്തക്കവണ്ണ ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let the hand of God be with me. ദൈവത്തിന്റെ കരം. വായ് തുറന്നേ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച്. ആരും ഇതിനകത്ത് മൗനമായിരിക്കല്ലേ പ്ലീസ്. അതരം തുറന്ന് കർത്താവേ, ദൈവത്തിന്റെ കരം എന്നോടുകൂടെ നിൽക്കട്ടെ. ദൈവത്തിന്റെ കരം ഈ സഭയോടുകൂടെ നിൽക്കട്ടെ. ദൈവത്തിന്റെ കരം ഇതിനകത്ത് ഓരോ കുടുംബങ്ങളോടുകൂടെ നിൽക്കട്ടെ. അവരുടെ കൂടെയുള്ള സ്റ്റാഫ്, അവരുടെ കൂടെയുള്ള കലീഗ്സ്, അവരുടെ കൂടെയുള്ള ആ സൊസൈറ്റി, അവരെ സപ്പോർട്ടീവ് ആകുന്ന, കൺസ്ട്രക്റ്റീവ് ആകുന്ന ലാഭപ്രവാചന ബാഡാബാഡ ലഖറഗജര അർത്ഥന ബജാരബാല വൈഡാരഗ ജാരബാര വൈഡാരഗ അർത്ഥന ബഖർബനസിയ രഗല മഹന്ദരാദിയ രബല ബഗഡ ബഗര പ്രവാദിയ അർദ്ധനെ ജഗം പ്രൗഢ ദീപാലഗക്ഷര പ്രൗഢ വർധനാദിയ അർത്ഥന ഗഡഗര ഗഡകർഷഭ പ്രവാരിയാധര. നെഹമ്യാവിൻ്റെ കയ്യിൽ 2 കാര്യങ്ങളുണ്ട്. മതിൽ പണിയാനുള്ള കാശുമുണ്ട്, മതിൽ പണിയാനുള്ള ഓർഡറുമുണ്ട് നെഹമ്യാവിൻ്റെ കയ്യിൽ. പക്ഷേ ഇത് രണ്ടും കൊണ്ട് മതിൽ പണിതെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് പണിതെടുക്കണമെങ്കിൽ ഒരു ടീം വേണം. ആമേ. ശത്രു വന്നാൽ രാവും പകലും കുളിക്കുമ്പം പോലും ആയുധം മാറാതെ നിന്ന് അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ കരം തന്നോടുകൂടെ ഇരുന്നപ്പോൾ ദൈവം ഒരു ടീമിനെ, ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ടീമിനെ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു. ഇന്ന് പകൽ നിന്റെ ടീമിനെ നോക്കി, നിന്റെ കലീഗിനെ നോക്കി, നിന്റെ സ്റ്റാഫിനെ നോക്കി, നിന്റെ പ്രസ്ഥാനത്തെ നോക്കി പറ, ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരിക്കുക. ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരിക്കുക. ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരിക്കുക. ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരിക്കുക. ഓപ്പൺ ഓപ്പൺ ഓപ്പൺ. ശബ്ദമുയർത്തി ആദരം തുറന്ന് പറഞ്ഞ്, ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായിരിക്കട്ടെ. ജീസസ്, ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമായിരിക്കട്ടെ. ആമേൻ. നീ തനിയെ തുഴയത്തില്ല, പകരം നിന്നോടുകൂടെ ദൈവം
ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള, ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ടീമിനെ നിർത്തും. അതാണ് ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിരിക്കുന്നത്. അവർ അന്യോന്യം പോലും സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ? ആമേൻ. വേർഡ് ഓഫ് എൻകറേജ്മെൻറ്റ്, തമ്മിൽ പോലും ധൈര്യപ്പെടുത്തുക. ഇപ്പം നെഹമ്യാവിന് വേറൊരാളെ ധൈര്യപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. അവരുടെ അകത്തൊരു പ്രശ്നം ഉണ്ടായാൽ അവർ തന്നെ പരിഹരിച്ചോളോ. പ്രശ്നമൊന്നും നെഹമ്യാവിൻ്റെ അടുക്ക വരത്തില്ല. ആമേൻ. ഇതാണ് ദൈവത്തിൻ്റെ കരം നിന്നോട് കൂടെ ഇരുന്നാൽ. ഹോളി സ്പിരിറ്റ്. ആമേൻ. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഒരൊറ്റ ഭാഗം കൂടെ പറയാം. രാജാക്കന്മാരുടെ നമ്മൾ ഇല്ല, അത് ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 2-ാം വാക്യം. ആമേൻ. നിങ്ങളെ നീക്കിക്കളയണം, നിങ്ങൾ ശുദ്ധീകരിക്കണം, നിങ്ങൾ വസ്ത്രം മാറണം. നമ്മൾ ചില വസ്ത്രങ്ങളിലേക്ക് വരുന്നു. അതിൻ്റെ മെയിൻ ടോപ്പിക്കിലേക്ക് കയറിയിട്ടില്ല. അത് ദൈവം നമ്മളെ ധരിപ്പിക്കുന്ന വസ്ത്രമാണ് ഇതിനകത്തെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് വെറുതെ അതിനകത്തോട്ട് കയറാൻ കഴിയത്തില്ല. അപ്പോൾ തന്നെ ദൈവജനം ഇതുമായി ബന്ധപ്പെട്ടൊരു അറിവും ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ സംഗതികളെ മുഴുവനും ഞാൻ മറച്ചു വെക്കാതെ നിങ്ങളോട് പറയുന്നു. ആരംഭത്തിങ്കൽ നാം കാണുകയുണ്ടായി ദ അതർ കാൻഡിഡേറ്റ് ഗാർമെൻറ്റ് ഓഫ് ദ അതർ കാൻഡിഡേറ്റ്. നമ്മുടെ സമീപത്ത് നിൽക്കുന്ന ആളുടെ വസ്ത്രം. അതിനകത്തൊന്ന് ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച ധനവാനെ കണ്ടു. പക്ഷേ ഏഞ്ചലിക് ഷിഫ്റ്റ് സംഭവിച്ചത് ലാസറിനാണ്. ആമേൻ. അതിനകത്ത് പൗലോസും അഗ്രിപ്പ രാജാവും തമ്മിലുള്ള എൻകൗണ്ടറിനെയും നാം കണ്ടു. അടുത്തതായിട്ട് യോശുവയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം വന്ന ഉപായ വസ്ത്രങ്ങളെ നാം കണ്ടു. മൂന്നാമതായി ബലാത്കാര വസ്ത്രങ്ങളെ നാം കണ്ടു. അടുത്തതായി നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ധരിച്ചു പോകുന്നതായ ചില അബദ്ധ വസ്ത്രങ്ങളെ കണ്ടു. അതിൽ 2 വസ്ത്രങ്ങളെയാണ് നാം കണ്ടത്. ഒന്ന് അത്തിയില എന്ന ആമേൻ, നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നോക്കുന്ന വിഷയങ്ങളും. 2 രട്ട് എന്ന് പറയുന്ന നമ്മളുടെ സെൽഫ് പിറ്റിയുടെ, നമ്മളുടെ തന്നെ സങ്കടത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്നതായ രട്ടിൻ്റെ വസ്ത്രം. പക്ഷേ ഈ രട്ടിനെ കർത്താവ് അഴിപ്പിക്കുന്നതിനെ നാം കാണുവാൻ കഴിയും. ഇന്നലകളിൽ എവിടെയൊക്കെ നമ്മുടെ അറിവ് കേടുകൊണ്ട്, നമ്മളുടെ ലിമിറ്റേഷൻസ് കൊണ്ട് നമ്മൾ എന്തൊക്കെ വാരി ഉടുത്തിട്ടുണ്ടോ, ദൈവം അത് ഈ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് അഴിച്ചു മാറ്റി ദൈവ പദ്ധതിക്ക് അനുസൃതമായത് നമ്മളെ ധരിപ്പിക്കട്ടെ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുന്നു. സഖറിയാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. സഖറിയാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സഖറിയ 3:3. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, 1-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചട്ടെ. 1-ാം വാക്യം കൂടെ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ നിൽക്കട്ടെ. ഇനി ഈ ഭാഗത്തിലേക്ക് വരാം. ഇത് സഖറിയ പ്രവചനമാണ്. സഖറിയ പ്രവചനം സംഭവിക്കുന്നത് ബാബിലോൺ പ്രവാസത്തിൻ്റെ 70 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ചുരുക്കമായി പറഞ്ഞാൽ യെരൂശലേമിൻ്റെ ദൈവാലയം തകർക്കപ്പെട്ടിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 70 വർഷങ്ങൾ കഴിയുകയാണ്. അപ്പോൾ ഈ മഹാപുരോഹിതനായിരിക്കുന്ന യോശുവ എന്നിവിടെ പറയുന്നു. പക്ഷേ പേരിൽ മാത്രമേ എന്തോ ഉള്ളൂ, മഹാപുരോഹിതനെന്നുള്ളൂ. ഡ്യൂട്ടി ഇല്ല. സ്തോത്രം. മഹാപുരോഹിതൻ എന്ന് പേരുണ്ട്, പക്ഷേ ഡ്യൂട്ടി ഇല്ല. കാരണം തൻ്റെ അപ്പൻ്റെ കാലത്തു തന്നെ ആലയം പിടിക്കപ്പെട്ട് ആലയം തകർക്കപ്പെട്ടു. ഇദ്ദേഹം ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളൊക്കെ എവിടെയാണ്? ഇദ്ദേഹം ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളൊക്കെ ബാബിലോൺ രാജാവ് പിടിച്ചുകൊണ്ടുപോയി സിനാർ ദേശത്ത് ഒരു ക്ഷേത്രത്തിനകത്ത് പൂട്ടിവെച്ചിരിക്കുകയാണ്. ആലയത്തിലെ ഉപകരണങ്ങൾ സിനാർ ദേശത്തിലെ ക്ഷേത്രത്തിൽ പൂട്ടിവെക്കപ്പെട്ടിരിക്കുമ്പോൾ സ്തോത്ര ആലയത്തിലെ പൊന്നും വെള്ളിയും വലിച്ചു പറിച്ചുരിഞ്ഞ് അതിലെ കല്ലുകളെ ഇടിച്ചു തകർത്ത് ആനയ്ക്ക് കെട്ടിയ കലപ്പ കൊണ്ടതിനെ ഉഴുതുമറിച്ച് യെരൂശലേം എന്ന ദൈവാലയ നഗരം അത് ചണ്ടിക്കൂമ്പാരങ്ങൾ നിറഞ്ഞ് തകർന്നു കിടക്കുന്ന ഇടത്തേക്ക് ആമേൻ ഒരു മഹാപുരോഹിതൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. യോശുവ അവിടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഈ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പാപമെന്നാണ് നമ്മൾ പഠിപ്പിച്ചു വരുന്നത്. പക്ഷേ യോശുവ ഒരു പാപവും ചെയ്തിട്ടല്ല അവൻ്റെ വസ്ത്രം മുഷിഞ്ഞു പോയത്. എന്തുകൊണ്ടാണ് യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞു പോയത്?
യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞു പോയത്, ആലയം തകർക്കപ്പെട്ടു, ശുശ്രൂഷ നഷ്ടപ്പെട്ടു, തൻ്റെ സാമ്രാജ്യം പിടിക്കപ്പെട്ടു. ഇപ്പോൾ പുരോഹിത വസ്ത്രം ധരിക്കേണ്ടവൻ ഇപ്പോൾ എന്ത് ധരിച്ചു നിൽക്കുകയാണ്? മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുകയാണ്. അതെന്താണ് യോശുവ നീ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചത്? യോശുവ പറയാ, എൻ്റെ പിതാക്കന്മാരുടെ കാലത്ത് അഹരോന്റെ കാലം തുടങ്ങി ധരിച്ചു വന്ന എലയാസറിനെ ധരിപ്പിച്ച് ഫീനഹാസിനെ ധരിപ്പിച്ച് തലമുറയായി കൈമാറി വന്ന ആ പുരോഹിത വസ്ത്രം പിടിക്കപ്പെട്ടു കൊണ്ടുപോയി. ആമേൻ. 12 രത്നങ്ങൾ അടുക്കടുക്കായി വെച്ച മാർപ്പതക്കങ്ങളോ ചുമൽഖണ്ഡങ്ങളോ, ഇസ്രായേൽ മക്കളുടെ പേരുകൾ 6 കൊത്തിയ രത്നങ്ങൾ പതിച്ച ചുമൽഖണ്ഡങ്ങളോ, നീലനൂലും ചുവപ്പ് നൂലും പിരിച്ച പഞ്ഞിനൂലും ധൂമ്രനൂലും കൊണ്ട് നെയ്തെടുത്ത മഹത്വത്തിനും അലങ്കാരത്തിനുമായി ഉണ്ടാക്കിയ ആ പൗരോഹിത്യ വസ്ത്ര ശത്രു കൊണ്ടുപോയി. ശത്രു എന്നിൽ നിന്ന് പലതും അപഹരിച്ചോ, ദുഷ്ടൻ എന്നിൽ നിന്നും പലതും അപഹരിച്ചോ. ഞങ്ങളുടെ പിതാക്കന്മാർ തോറ്റുപോയി, ഞങ്ങളുടെ രാജ്യം പിടിക്കപ്പെട്ടോ, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾ ഒത്തിരി കഷ്ടതകളിലേക്ക് കടന്നു വരികയാ. അതുകൊണ്ടാണ് ഞങ്ങൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം. മഹാപുരോഹിതനായ യോശുവ, ആമേൻ, ദൈവാലയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് യാഗപീഠത്തിലും സ്തോത്ര നിലവിളക്കിലും കാഴ്ചയപ്പത്തിൻ്റെ മേശയിലും നിന്ന് ശുശ്രൂഷിക്കേണ്ടവൻ ഇപ്പം ബാബേലിൻ്റെ അടിമത്തത്തിൽ ഏതോ കഷ്ടപ്പണി ചെയ്ത്, ഏതോ കട്ടപ്പണി ചെയ്ത് അവൻ്റെ വസ്ത്രം മുഴുവൻ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? മുഷിഞ്ഞു കിടക്കുകയാണ്. എന്നിട്ടും കലിപ്പ് തീരാത്ത പിശാച് എന്തോ ചെയ്യുകയാണെന്നറിയാമോ? അരികത്ത് നിൽക്കുകയാ ഇവനെ കുറ്റം പറയാൻ തക്കവണ്ണം. ഒത്തിരി നിന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തി, നിന്റെ ഇൻഹെറിറ്റൻസിൽ നിന്ന് പൊളിച്ചു കളഞ്ഞോ, നിന്റെ പൊസഷനുകളെ മുടിച്ചു കളഞ്ഞോ, നീ നിൽക്കേണ്ട ആലയം പൊളിച്ചോ, നീ പിടിക്കേണ്ട ഉപകരണങ്ങൾ അമ്പലത്തിൽ കൊണ്ട് പൂട്ടിവെച്ചു. കണ്ടോ, യോശുവ നിൽക്കേണ്ട ആലയം ശത്രു പൊളിച്ചു കളഞ്ഞോ. യോശുവ ഉപയോഗിക്കേണ്ട ആലയത്തിലെ ഉപകരണങ്ങൾ അവൻ ശിനാറിലെ ക്ഷേത്രത്തിൽ കൊണ്ട് പൂട്ടിവെച്ചോ. വെറുങ്കയ്യനായി വിടുകയ്യനായി യോശുവയെ ഒറ്റപ്പെടുത്തി ഒന്നുമില്ലാത്തവനാക്കി തീർത്തിട്ട് എന്നിട്ട് സാത്താൻ വിടാതെ നിൽക്കുകയാ കുറ്റം പറയാൻ. പക്ഷെ ആലയം പോയി, നിലവിളക്ക് പോയി, കാഴ്ചയപ്പത്തിന്റെ മേശ പോയി, യാഗപീഠം പോയി, പൗരോഹിത്യത്തിന്റെ മേലങ്കി പോയി, ഇതെല്ലാം പോയിട്ട് ഈ മനുഷ്യൻ ഇപ്പോഴും എവിടെ നിൽക്കുന്നതെന്നറിയാമോ? യഹോവയുടെ ദൂതന്റെ മുൻപാകെ. അപാര ഗജബ പ്രഭാരിയ. ശത്രുവിന് നിന്നിൽ നിന്ന് പല ഉടുപ്പും എടുത്തു കളയാൻ കഴിയുക. ശത്രുവിന് നിന്നിൽ നിന്ന് നിന്നെ കൊണ്ട് പല കഷ്ടതയുടെ വേഷവും ധരിപ്പിക്കാൻ കഴിയുക. But still he is standing in the presence of God. നിന്നിൽ നിന്ന് പലതിനെയും പിശാചിനെ എടുക്കാൻ കഴിയുക. പക്ഷെ നിനക്ക് ദൈവം നൽകിയ ഒരു ആക്സസ് ഉണ്ടല്ലോ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി നിൽക്കാൻ കഴിയുന്ന, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ കഴിയുന്ന, ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ കഴിയുന്ന, ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി ചെല്ലാൻ കഴിയുന്ന ഒരു ആക്സസ് ഉണ്ടല്ലോ. അതിനെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. അതിനെ തൊടാൻ പിശാചിന് കഴിയത്തില്ല. കണ്ടോ, അക്ഷരീക ആലയം പൊളിച്ചു കളഞ്ഞോ, ആമേ, യെരൂശലേമിന്റെ ദൈവാലയം പൊളിച്ചു കളഞ്ഞോ. പക്ഷേ യഹോവയുടെ ദൂതന്റെ മുമ്പാകെ ഇപ്പോഴും യോശുവ കയറി നിൽക്കുകയാ. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, മനുഷ്യൻ അവനെ കൊണ്ട് കഴിയുന്നത് പലതും പൊളിക്കോ. പക്ഷെ നീയും ദൈവവും തമ്മിലുള്ള ഒരു ആക്സസ് ഉണ്ടല്ലോ, നീയും ദൈവവും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതിനെ തൊടാൻ പിശാചിന് കഴിയത്തില്ലെന്നേ. റബല ഹഡരഗജരാദര റൽബന പ്രവാചിയ. യോശുവ, നീ എന്താ ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? അങ്ങെന്താ യോശുവ, അങ്ങ് മഹാപുരോഹിതനല്ലേ, പിന്നെന്താ ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? കുഞ്ഞെ, മഹാപുരോഹിതൻ എന്നൊക്കെ പേരേ ഉള്ളൂ. വർഷം കുറേയായി അതൊക്കെ പോയിട്ട് ഇപ്പം ഇഷ്ടികപ്പണിയാ, ഇപ്പം കഷ്ടപ്പണിയാ, ഇപ്പം ചുമടെടുപ്പാ പണി, ഇപ്പം ബാബിലോണിലെ പണിയാ. എൻ്റെ പിതാക്കന്മാരുടെ കാലത്ത് ദൈവം എനിക്ക് നൽകിയ അവകാശങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ശത്രു എൻ്റെ മേൽ അധികാരം പുലർത്തുകയാ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. 3 വസ്ത്രങ്ങളെ പറഞ്ഞു. 1, അത്തീല സ്വയപരിഹാരങ്ങൾ. 2, അല്ലെങ്കിൽ പാപം വരുത്തുന്ന അത്തീല. 2, സങ്കടങ്ങൾ വരുത്തുന്നതായ, ആമേൻ, സങ്കടങ്ങൾ ദുഃഖം വരുത്തുന്നതായ ഒരു രട്ട്. 3, ജീവിതത്തിലെ പരാജയങ്ങളും കഷ്ടതയും വരുത്തുന്ന മുഷിഞ്ഞ വസ്ത്രം. പക്ഷേ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, സഖറിയ 3:3, ദൈവത്തിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു.
നിൻ്റെ വസ്ത്രങ്ങൾ എന്തുമായിരിക്കട്ടെ. ആർ യു സ്റ്റാൻഡിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്? അടുത്ത ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്. അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു. എന്നിട്ട് അതിനടുത്തത് പറയുകയാണ്, ഞാൻ നിൻ്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവർ അവൻ്റെ മേൽ മുടി വെച്ച് ഒരു വസ്ത്രം ധരിപ്പിച്ച് ദൈവത്തിൻ്റെ ദൂതൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നു. ആമേൻ. ഇവിടെ യോശുവയുടെ അടുക്കൽ പറയുന്നു നിൻ്റെ അകൃത്യം പോക്കുവെന്ന്. പക്ഷേ യോശുവ അകൃത്യം ചെയ്തോ? അവിടെ യോശുവയുടേതല്ല അകൃത്യം. യോശുവ ഈ വഹിക്കുന്ന അകൃത്യം ആരുടേതാ? തൻ്റെ പിതാക്കന്മാരുടെ അകൃത്യം. ഇന്ന് ഈ പകൽക്കാലം ദൈവജനത്തിൻ്റെ അടുക്കൽ ഞാൻ പറയുകയാണ്, യു ഷുഡ് നോട്ട് ബിയർ എ ട്രഡീഷണൽ കേഴ്സ്. പിതാക്കന്മാരുടെ ശാപം, പാരമ്പര്യ ശാപങ്ങൾ ദൈവജനം ചുമക്കേണ്ടത് അല്ല. ആമേൻ. ഇന്ന് പകലൊന്ന് പറഞ്ഞേ, എൻ്റെ പിതാക്കന്മാരുടെ ശാപം, എൻ്റെ പിതാക്കന്മാരുടെ അകൃത്യം, അത് ഞാൻ ചുമക്കേണ്ടതല്ല. എൻ്റെ പിതാക്കന്മാരുടെ അകൃത്യം ഞാൻ ചുമക്കേണ്ടതല്ല. എൻ്റെ പാരമ്പര്യ ശാപങ്ങൾ ഞാൻ ചുമക്കേണ്ടതല്ല. വി മസ്റ്റ് ഹാവ് എ സ്ട്രോങ് ഡീപ് കോൺഫിഡൻസ്. സ്തോത്രം. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുമ്പോൾ ദൂതസാന്നിധ്യത്തിൽ അത് മാറ്റപ്പെട്ടു. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ നിങ്ങളിൽ ആരെങ്കിലും കഷ്ടതയുടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്തു വാ. ദൈവം നിങ്ങളിൽ നിന്ന് ആ മുഷിഞ്ഞ വസ്ത്രത്തെ മാറ്റും. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ തലയിൽ ഒരു മുടി വെച്ച് അവനെ ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു എന്ന് പറയുന്നു. ഇതിലേക്ക് നമുക്ക് കോട്ട് ചെയ്യുന്ന ഒത്തിരി ഭാഗങ്ങൾ പ്രവചനത്തിൽ കിടപ്പുണ്ട്. പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കുന്നു എന്നുള്ള ഭാഗം ഞാൻ അതിലേക്ക് കയറുന്നില്ല. ഇവിടെ യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം മാറുന്നു. അടുത്തതായി ഞാനൊരു ഭാഗത്തിലേക്ക് ഒരൊറ്റ ഭാഗം പറഞ്ഞിട്ട് അതിനകത്ത് പ്രാർത്ഥിക്കുവാൻ കയറുവാൻ പോവുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം അടുത്ത ഒരു പാർട്ടിലേക്ക് കയറുകയാണ്. അതിൽ നിന്ന് 4 ഭാഗങ്ങൾ പറയും. അതിൽ 3 ഭാഗങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് കീഴടക്കേണ്ടതും 4-ാമത്തെ ഭാഗം പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ടതുമാണ്. ഇന്ന് വൈകിട്ട് നമുക്കതിലേക്ക് കടക്കാം. അതിൽ നാം പ്രാർത്ഥിച്ച് ജയമെടുക്കേണ്ട ഒരു വിഷയത്തിലേക്ക് മാത്രം ഇന്ന് കയറി ഞാൻ ആ വിഷയത്തെ നിങ്ങളുമായി ഷെയർ ചെയ്ത് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ചു. മതി. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ അവൻ ആരുടെ കയ്യിൽ അകപ്പെട്ടു? കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, യെരൂശലേം എന്ന് പറയുന്നത് ഒരു റിലീജിയസ് സിറ്റിയും ജെറിഹോ എന്ന് പറയുന്നത് ഒരു കൊമേഴ്സ്യൽ സിറ്റിയുമാണ്. ആമേൻ. അപ്പം ജെറുസലേമിൽ നിന്ന് യെരിഹോവിലേക്ക് ഒരു മനുഷ്യൻ പോകുന്നുവെന്ന് പറഞ്ഞാൽ he is going to buy something to the festival place. യെരൂശലേമിൽ ആരാധനയും പ്രാർത്ഥനകളും ഒക്കെയാണ്. ഈ മനുഷ്യൻ താമസിക്കുന്നത് എവിടെയാ? ആരാധനയും പ്രാർത്ഥനയും ഒക്കെയുള്ള യെരൂശലേമിൽ. ഈ യെരൂശലേം സിറ്റിക്കകത്ത് എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടത്തില്ല. അപ്പം ഈ യെരൂശലേമിൽ പല സാധനങ്ങളും വിൽക്കണമെങ്കിൽ ഈ മനുഷ്യൻ എവിടെ പോയി സാധനം മേടിച്ചുകൊണ്ട് വരണം? അവൻ എരിഹോവിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വരണം. അപ്പോൾ എരിഹോവിലേക്ക് ഈ മനുഷ്യൻ ഇങ്ങനെ പോകുമ്പോൾ, സ്തോത്രം, യെരൂശലേം ഇച്ചിരി ഉയർന്ന പട്ടണമാണ്, എരിഹോവ് ഇച്ചിരി താണ പട്ടണമാണ്. ഈ എരിഹോവിലേക്ക് താൻ പോകുമ്പോൾ ഈ യാത്ര ഒത്തിരി ഈസിയാണ്. കാരണം വണ്ടിക്കകത്ത് ലോഡില്ല, പോക്കറ്റിൽ കാശേ ഉള്ളൂ. 2 ചെറിയ ഇറക്കമായത് കാരണം ഈ വണ്ടി ഇങ്ങനെ
സാവധാനത്തിൽ പൊക്കോളും. തിരിച്ചു കയറി വരുമ്പോൾ ഇരട്ടിപ്പാടാ. ചെറിയ കയറ്റമുണ്ട്, ലോഡുമുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ കള്ളന്മാർ കാത്തിരിക്കും. കാരണം എരിഹോവിലേക്ക് പോകുന്നവനെല്ലാം എന്തിനാ പോകുന്നത്? കുറച്ച് കാശും കൊണ്ടാണ് പോകുന്നത്, സാധനം മേടിക്കാനാണ് പോകുന്നത്. സ്തോത്രം. ഈ വഴി നമ്മൾ പൊതുവെ പറയും, യെരൂശലേം എന്ന ദൈവസാന്നിധ്യത്തിൽ നിന്ന് എരിഹോ എന്ന പിന്മാറ്റത്തിലേക്ക് പോയതുകൊണ്ട് അതിൻ്റെ തുണി പോയതെന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ അത് പിന്നെ ആ വഴി എന്തിനാ ലേവ്യൻ പോയത്? ആ വഴി എന്തിനാ പുരോഹിതൻ പോയത്? അവർക്കും പിന്മാറ്റമായിരുന്നോ? നോ, അത് ലേവ്യനും പുരോഹിതനും പോകുന്ന ഒരു സാധാരണ വഴിയായിരുന്നു. താനൊരു ബിസിനസ്സിന് പോവുകയായിരുന്നു. ബിസിനസ്സിന് പോകുമ്പോൾ എന്തോ കൊണ്ട് പോകും? കാശും കൊണ്ട് പോകും. ബിസിനസ് കഴിഞ്ഞ് സാധനം മൊത്തം പർച്ചേസ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഈ കള്ളന്മാർ വഴിയിൽ നിൽക്കുകയാണ്. യെരൂശലേമിൽ നിന്ന് വരുന്നവൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തിട്ട് അവർ പോവുകയാണ്. യെരൂശലേമിലേക്ക് പോകുന്നവൻ്റെ കയ്യിൽ കാശ് കാണത്തില്ല. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്നവൻ്റെ കയ്യിൽ എന്ത് കാണത്തുള്ളൂ? കാശ് കാണത്തുള്ളൂ. ഇത് നന്നായി അറിയുന്ന കള്ളന്മാർ അവർ വഴിയിൽ പതിയിരുന്നു. ഈ മനുഷ്യൻ അധികാലത്തേ പുറപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ, മധ്യ തിരുവിതാംകൂറിൽ നിന്നൊക്കെ എറണാകുളത്ത് സാധനം എടുക്കാൻ പോകും. എത്ര മണിക്കായിരിക്കും പോകുന്നത്? വെളുപ്പിനേ അർദ്ധരാത്രിയിലൊക്കെ പോകും. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ തിരുവിതാംകൂർ ഏരിയയിൽ നിന്ന് എല്ലാവരും വെളുപ്പിനെ കായംകുളത്തും ചങ്ങനാശ്ശേരിയിലുമായിരുന്നു പോകുന്നത്. ഈ ചങ്ങനാശ്ശേരിയിൽ എപ്പോഴാണ് ചെല്ലുന്നത്? ഇപ്പോഴും ചങ്ങനാശ്ശേരി മാർക്കറ്റ് ഉണരുന്നത് എത്ര മണിക്കാണ്? രാവിലെ 3 മണിക്കാണ് മാർക്കറ്റ് ഉണരുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ അർദ്ധരാത്രിക്ക് യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ടു. നേരം പുലരുമ്പോൾ എരിഹോവിൽ ചെല്ലണം. അടുത്ത സായാഹ്നത്തിന് മുമ്പേ തിരിച്ച് യെരൂശലേമിലെത്തണം. ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു, ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സ്വപ്നങ്ങളുമായി പോകുന്ന വഴിയിൽ ഈ മനുഷ്യൻ ആരുടെ കയ്യിലകപ്പെട്ടു? കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. ഞാൻ ഒത്തിരി സങ്കടത്തോടുകൂടി പറയാം, ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ കുഞ്ഞുങ്ങളെ കെട്ടിച്ചു. ചെന്നുപെട്ടത് ആരുടെ കയ്യിലാ? കള്ളന്മാരുടെ. ഒത്തിരി സ്വപ്നങ്ങളോടുകൂടി അപ്പനുണ്ടാക്കിയ കാശെല്ലാം കൂടെ മക്കൾക്ക് വേണ്ടി എവിടെയോ കെട്ടിവെച്ചു, എവിടെയോ പറഞ്ഞു വിടാൻ. പക്ഷെ അകപ്പെട്ടത് ആരുടെ കയ്യിലാ? കള്ളന്മാരുടെ. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ വസ്ത്രത്തെ ഉരിഞ്ഞു കളഞ്ഞു. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒത്തിരി പേരുണ്ട് ഇങ്ങനെ ഉടുപ്പ് പോയവർ, സ്വപ്നങ്ങൾ പൊലിഞ്ഞവർ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വസ്ത്രം അഴിച്ചു, മുറിവ് ഏൽപ്പിച്ചു, പകുതി പ്രാണനെയും കൊണ്ടുപോയി. പകുതി പ്രാണനെ വിട്ടിട്ട് പോയെന്നല്ല, പകുതി പ്രാണനെ കൊണ്ടുപോയി. പകുതി പ്രാണൻ പോയി. തുണി ഉരിച്ചു, മാന്യത നഷ്ടപ്പെടുത്തി, മുറിവേൽപ്പിച്ചു, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതാക്കി. പകുതി പ്രാണനെ കൊണ്ടുപോയി. ജീവിക്കാനുള്ള പ്രതീക്ഷ നശിപ്പിച്ചു. ഇന്ന് പകൽ കണ്ണുകളെ അടച്ചട്ടെ. ഇന്ന് വൈകിട്ട് നമുക്കൊന്നും കൂടെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഇന്ന് ഞാനിവിടെ വന്ന ദൈവമക്കളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോൾ ഒരു കാര്യം പറയുകയാണ്. നിങ്ങളിന്ന് പ്രാർത്ഥിക്കണം. ഒന്ന്, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ എവിടെയെങ്കിലും കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോയതുണ്ടെങ്കിൽ കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരണം. ലേവ്യൻ ഇനി അവരെ സപ്പോർട്ട് ചെയ്യുമോ? പുരോഹിതൻ ഇനി അവരെ സപ്പോർട്ട് ചെയ്യുമോ? ലേവ്യനും പുരോഹിതനും ഒക്കെ സഹിക്കും മക്കളെ. ദൈവം നൽകിയതാ, നമ്മളെന്തോ ചെയ്യാനാന്നേ പറയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം കണ്ണുകളെ അടച്ചു. ഇന്ന് ഞാൻ ഈ പ്രാർത്ഥന പറയുമ്പോൾ 2 ഭാഗങ്ങൾ അതിനകത്തുണ്ട്. ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളിലേറിയ ഭാഗവും കൊച്ചു കുഞ്ഞുങ്ങളുള്ളവരാണ്. എ പ്രിവെന്റീവ് പ്രയർ, എ പ്രൊട്ടക്റ്റീവ് പ്രയർ. എൻ്റെ സ്വപ്നങ്ങൾ കള്ളന്മാരുടെ കയ്യിലകപ്പെടല്ലേ, എൻ്റെ കുഞ്ഞുങ്ങൾ കള്ളന്മാരുടെ കയ്യിലകപ്പെടരുതേ. ഞാനൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് കള്ളന്മാരുടെ കയ്യിലകപ്പെടല്ലേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ ഒരു കള്ളൻ്റെ കയ്യിലകപ്പെടല്ലേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ ജോലി ഒരു കള്ളൻ്റെ കയ്യിലകപ്പെടല്ലേ. ഞങ്ങളെ കള്ളന്മാരുടെ കയ്യിലകപ്പെടുത്തല്ലേ. ഞങ്ങളുടെ ഉടുപ്പ് പറിച്ചുരിയുന്ന കള്ളന്മാരുടെ കയ്യിൽ ഞങ്ങളെ അകപ്പെടുത്തല്ലേ.
Rigalabara Pravaria Pravashaba Pravalpanajara Pravardana Katalaba Pravoshiara Barabara Ribiligadar Penabara Pravaraba Praval Shella Pravortana Siaria Gadaradia Ribi Katolmana Pravaria Pravashia Katalabaradia Ida Pravania Ninda Soperangalumai the Erihovilek Bogumbai Ninda Pradishagalumai the Erihovilek Bogumbai in the business in the ministry Kagata in the family Kagata in the generation Agata where you call and the Kaivan the Vida in the Bagalata and the Prapiche Entalagile Mudigalumella നിർണയമവന് നീ അറിയുന്നു ഓ എന്തലയിലെ മൂടികളുമെല്ലാം നിർണയമവന് നീ അറിയുന്നു ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതൻ അറിഞ്ഞ് സാധ്യമായിടൂ അത്യുന്നതൻ അറിഞ്ഞ് സാധ്യമായിടൂ ഓ എന്താലയിലെ മൂടികളുമെല്ലാം നിർണയമവന് നീ അറിയുന്നു ഓ എന്താലയിലെ സ്വർഗീയ പിതാവേ ഓ നിർണയമവന് നീ അറിയുന്നു ഓ നാഥിൽ നിലത്തു വീണിടണമേ ഓ നാഥിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ അത്യുന്നതനറിഞ്ഞേ സാധ്യമായിടൂ ഓ ഞാനവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ ഓ ഞാനവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ ഓ ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമറിഞ്ഞ് ഞാനറിയുന്നു ഓ തൻഹിതമാണെന്നു ഞാനറിയുന്നു എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ ഓ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട കരമടിച്ച് ശക്തിയോടെ എന്താലയിലെ മൂടികളുമെല്ലാം നിർണയമവന് നീ അറിയുന്നു ഓ എന്താലയിലെ മൂടികളുമെല്ലാം നിർണയമവന് നീ അറിയുന്നു ഓ ഒന്നാതിൽ നിലത്തു വീണിടണമെങ്കിൽ ഒന്നാതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞ് സാധ്യമായിടൂ അത്യുന്നതനറിഞ്ഞ് സാധ്യമായിടൂ ഓ ഒന്നാതിൽ നിലത്തു ഒന്നാതിൽ നിലത്തു ഉന്നതനറിഞ്ഞ് സാധ്യമായിടൂ അത്യുന്നതനറിഞ്ഞ് ഓ ഞാനവനുള്ള കയ്യിലിരിക്കെ ഓ ആരുമില്ലെനിക്കു ദോഷം ഓ ഞാൻ എഴുന്നേറ്റ് നിന്ന് കരമടിച്ചു പാടാമോ ഓ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ ഇന്നെനിക്കു വന്നു
പ്രാർത്ഥിക്കാം. ഈ ശനിയാഴ്ച പകൽ ഈ മോർണിംഗ് സെക്ഷൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. വൈകുന്നേരം 6:45 തന്നെ ഈ ഹോളിലേക്ക് കടന്നു വരുവാൻ ദൈവമക്കൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം. 6:45 ആകുമ്പോൾ തന്നെ നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരാം. 6:45 തുടങ്ങി ഒരു 7 o'clock 7:05 7:10 വരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെന്ന ശേഷം പാട്ടുപാടിയിട്ട് കർത്താവിന്റെ ദാസന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ ഒരുക്കത്തോടെ ദൈവമക്കൾ കടന്നു വരണം. 9 മണി വരെ ഉള്ളൂ. അതുകൊണ്ട് നേരത്തെ തന്നെ കടന്നു വരണം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വ്യക്തമായി നമ്മളോട് സംസാരിച്ചു. വൈകുന്നേരം ഇതിന്റെ കണ്ടിന്യൂഷൻ എടുക്കുമ്പോൾ പകൽ സമയം വരാത്ത പ്രിയപ്പെട്ടവർക്കും കർത്താവ് വ്യക്തമായി ഇടപെടുവാൻ ദൈവത്തിന്റെ സന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ അവസാനം പാടിയതുപോലെ എൻ്റെ ഇഷ്ടമല്ല കർത്താവ് എങ്ങനെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം, പിതാവിന്റെ കൈ, ദൈവത്തിന്റെ കൈ നമ്മുടെ മേലിരിക്കുവാൻ, നമ്മുടെ യാത്രയിലിരിക്കുവാൻ, കിടക്കുന്ന കല്ലന്മാരുടെ ഹല്ലേലൂയയുള്ള യാത്രയിലാണ് നമ്മളായിരിക്കുന്നത്. അതിന്റെ നടുവിൽ ദൈവത്തിന്റെ സൂക്ഷിപ്പ്, ദൈവത്തിന്റെ കരം നമ്മളോട് കൂടി ഇരിക്കുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ഡെന്നി ബ്രദർ ഈ സമയത്ത് ചുരുക്കമായി പ്രാർത്ഥിക്കും. Praise God. Hallelujah. Jesus. Thank you. Thank you. കടന്നു വരുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിച്ചതിന്റെ കൃപകൾക്കായി സ്തോത്രം. വന്ന സമയം മുതൽ ഈ സമയം വരെ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറച്ചതോർത്ത് സ്തുതിക്കുന്നു. പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളെ ബലപ്പെടുത്തിയതിന്റെ കൃപകൾക്കായി സ്തോത്രം. ദൈവമേ നിന്റെ ദാസനും കൂടെ മാറ്റമില്ലാതെ നിങ്ങളുടെ വചനത്തെ കേൾക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തുതിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവമേ ദൈവജനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ സഹായിക്കണം. ഓരോരുത്തരുടെ വിഷയങ്ങൾ അറിഞ്ഞ് ദൈവമേ നീ പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ സാധിക്കാതെ വിവിധ വിഷയങ്ങളായി ദൈവഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരെ ദൈവമേ നീ സഹായിക്കുമാറാകണം. ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത് പിരിയാത്ത സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം അനുഗ്രഹം നമ്മളോട് കൂടി. നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം നടക്കുന്ന സെഷനും അടുത്ത ദിവസം നടക്കുന്ന സെഷനും കൂടി കർത്താവിന്റെ മടങ്ങി വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്ന കർത്താവിനെ സ്തോത്രം പാടാം. ഹല്ലേലൂയ. God bless all of you. See you in the evening. அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை நன்றாயறிந்து தேடி வந்த நல்ல நேசரே, யாரும் அறியாத என்னை நன்றாயறிந்து தேடி வந்த நல்ல நேசரே, அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன்.